CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. മെയ് 31 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത കാറ്റിൽ കുന്നംകുളത്ത് പൂമരം കടപുഴകി വീണു. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള വൺവേ റോഡിൽ നിന്നിരുന്ന വലിയ പൂമരമാണ് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്. മരം വീണത് പുലർച്ചെയായതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയ്ക്കു സമീപം ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മാവ് റോഡിനു കുറുകെ വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിന്റെ കൊമ്പ് പൊട്ടി റോഡിൽ പതിച്ചു. റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. ശക്തമായ കാറ്റിൽ പൊളിമരം വീടിന്റെ മുകളിൽ വീണ് വീട് തകർന്നു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 14 വാർഡിൽ കൊക്കർണിപുരയ്ക്കൽ കാർത്തിയായനി വേലായുധന്റെ വീടാണ് തകർന്നത്. ഫാം ഫെഡ് തട്ടിപ്പ് ഗുരുവായൂരും. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനം നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ചാവക്കാട് നഗരസഭ പണി കഴിപ്പിച്ചിട്ടുള്ള കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. മെയ് 31 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്ലാന്റ് നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യമേഖലയിൽ സംസ്ഥാനത്താദ്യമായി പൂർണ്ണമായും ജനകീയമായി നിർമ്മിച്ച കെട്ടിടത്തിൽ ആരംഭിക്കുന്ന കരിക്കാട് ജനകീയാരോഗ്യ കേന്ദ്രം ജൂൺ 1 ഞായറാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ ദയ ആശുപത്രിയിൽ കഴിയുന്ന കീർത്തനയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി നവമി കോട്ടപ്പുറം നടത്തിയ ആക്രി ചലഞ്ചിൽ നിന്ന് ലഭിച്ച 20,000 രൂപ കുടുംബത്തിന് കൈമാറി. 30 ലക്ഷം രൂപ ചെലവിട്ട് നവീകരണം നടത്തി ഉദ്ഘാടനത്തിനൊരുങ്ങിയ കടവലൂർ പഞ്ചായത്ത് മൈതാനത്ത് വെള്ളക്കെട്ട്. ഗ്രൗണ്ടിൽ കൂട്ടിയിട്ട കോൺക്രീറ്റ് കുറ്റികളും അപകട സാധ്യതയാവുന്നു. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് കുടിവെള്ള പദ്ധതി NK അക്ബർ MLA നാടിന് സമർപ്പിച്ചു. കാനയ്ക്ക് നടുവിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാത്തത് വെള്ളമൊഴുകി പോകുന്നതിന് തടസ്സമാകുന്നു. പൂവത്തൂർ സെന്ററിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിലാണ് ഇലക്ട്രിക് പോസ്റ്റ് കാനയിൽ നിലനിർത്തിക്കൊണ്ട് കാന നിർമ്മിച്ചത്. എളവള്ളി പഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തി. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് പരിശോധന നടത്തിയാണ് എളവള്ളിയിലെ ഡിസ്പെൻസറിയെ തെരഞ്ഞെടുത്തത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി DYFI ഗുരുവായൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ തിരുവങ്കിടം ALP സ്കൂൾ ശുചീകരിച്ചു. പൊന്നയൂർ ആവിയൂരിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആവിയൂർ സ്കൂളിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കപ്പളങ്ങാട് വീട്ടിൽ പത്മനാഭൻ മകൻ 17 വയസ്സുള്ള വിഷ്ണുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കായി പരിശീലന പരിപാടി നടത്തി. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിണറിൽ ക്ലോറിനേഷൻ നടത്തി. BJP കടങ്ങോട് പഞ്ചായത്ത് സംഘടിപ്പിച്ച വികസിത കേരളം നിശ ശില്പശാല തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. LIC AOI കുന്നംകുളം ബ്രാഞ്ച് കുടുംബസംഗമം നടന്നു. ചങ്ങരംകുളം മാട്ടത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടത്ത് താമസിച്ചിരുന്ന പള്ളത്ത് അബ്ദുള്ള കുട്ടിയുടെ മകൻ ജലീൽ എന്ന 38 വയസ്സുള്ള ഷൗക്കത്ത് അലിയെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ നഗരസഭയിൽ 29 വർഷം ജീവനക്കാരനായിരുന്ന AV ശിവപ്രസാദിന് കണ്ടീജന്റ് വർക്കേഴ്സ് CITU യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. 2021-24 കാലിക്കറ്റ് സർവകലാശാല LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ എരുമപ്പെട്ടി ചെറുവത്തൂർ ഷാജൻ ജയ്സി ദമ്പതികളുടെ മകൾ ജൂലിയ ഷാജനെ പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടി പൊന്നിയൂർക്കുളത്തിന്റെ അഭിമാനമായി മുഹമ്മദ് മുർസിൽ. അബുദാബി മോഡൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥിയാണ് മുർസിൽ. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.